ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ചെമ്പനീർ പൂവ് സീരിയലിനെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാരും ഈ ഒരു പ്രൊമോ റിവ്യൂ ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഈ വീഡിയോ ഒന്ന് കാണുന്ന കൂട്ടുകാരെ. അങ്ങനെ നമ്മുടെ സച്ചി ആണെങ്കിൽ നമ്മുടെ ശരത്തിനോട് ദേഷ്യപ്പെട്ടിട്ട് പറയുകയാണ്, നീ നിൻ്റെ ചേച്ചിയോടുള്ള ഇഷ്ടം കൊണ്ട് ഈ ഫംഗ്ഷന് വന്നതല്ലാന്ന് എനിക്ക് നല്ലപോലെ അറിയാമെന്ന് പറഞ്ഞിട്ട് ശരത്തിൻ്റെ ഓരോ ബട്ടൺസും ഇങ്ങനെ ഇട്ടുകൊണ്ട് തന്നെ പറയാനുണ്ടോ സച്ചി. ആ സമയത്താണെങ്കിൽ നമ്മുടെ ശരത്താണെങ്കിൽ ഒന്നും മിട്ടണില്ല. ഇടിച്ച് നിൻ്റെ ഷേപ്പ് എനിക്ക് മാറ്റാൻ നല്ലപോലെ അറിയാം, പക്ഷെ ഞാനത് ചെയ്യണില്ല. നീ മറ്റേ ആൻ്റണിയുടെ ഒപ്പം കൂട്ടുകൂടിയിട്ട് എന്നെ വീണ്ടും വീണ്ടും പ്രൊവോക്ക് ചെയ്യാനാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ എൻ്റെ പൊന്നാര മോനെ, നിൻ്റെ ഈ ഒരു കൈ ഒടിഞ്ഞിട്ടുള്ളൂ, ഇനി എൻ്റെ മറ്റേ കൈയും കൂടി ഒടിഞ്ഞ് ഞാൻ അവിടെ കിടത്തും. അതുകൊണ്ട് നീ എന്നെ അങ്ങനെ ചെയ്യിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് നമ്മുടെ ശരത്തിനെ അങ്ങോട്ട് വിടുകയാണ്. പക്ഷേ രേവതി ആണെങ്കിൽ ബാക്കിൽ നിന്ന് ഇതൊക്കെ കാണുന്നുണ്ട്. രേവതിയുടെ വിചാരം സച്ചി നല്ല രീതിയിൽ അളിയനെ സ്നേഹിച്ചിട്ട് പറഞ്ഞയക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നീടാണെങ്കിൽ നമ്മുടെ അച്ഛമ്മയാണെങ്കിൽ എല്ലാ ആളുകളെയും ഒന്ന് ഒഴിയാണ്. എന്നിട്ടാണെങ്കിൽ നമ്മുടെ സച്ചിയെടുത്തും രേവതിയെടുത്തും പറയുകയാണ്, നിങ്ങൾ അങ്ങനെ ഇന്ന് ടെറസിൽ മുകളിൽ പോയിട്ട് കിടന്നുറങ്ങാനൊന്നും പോകണ്ട, ഇന്ന് നിങ്ങൾ റൂമിൽ കിടന്നോ, ശ്രുതിയുടെ റൂമിൽ കിടന്നോ, അവർ വേണമെങ്കിൽ ഹാളിൽ കിടന്നോട്ടെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. അത് കേൾക്കുമ്പോഴാണെങ്കിൽ നമ്മുടെ സച്ചി പറയണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല അച്ഛമ്മ, ഞങ്ങൾക്ക് ഹാളിലും ഈ പറയണ മാതിരി ടെറസിൻ്റെ മുകളിലൊക്കെ കിടന്നിട്ട് നല്ല രീതിയിൽ ശീലമായിട്ടുണ്ട്, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി ആരും ഹാളിലൊന്നും കിടക്കൊന്നും വേണ്ടെന്ന് പറയുന്ന സമയത്താണെങ്കിൽ നമ്മുടെ രവിവേട്ടന് ഭയങ്കര സങ്കടമാണ്. രവിവേട്ടനാണെങ്കിൽ ഇങ്ങനെ കരയണ പോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് നിൽക്കുന്നതാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ പ്രൊമോ റിവ്യൂ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാരെ.